നാശം പിടിച്ച മോന്ത ഇനി ഒരിക്കലും കാണേണ്ടി വരില്ലെന്നാ വിചാരിച്ചോണ്ടിരുന്നത്. വിധിച്ചു എല്ലാരും കൂടെ ശിവനെയാണ് കുറ്റക്കാരിന്ന്. അത് തെറ്റാണ്. അതിനൊന്നും കയറി തലയിടരുത്. ചേർത്ത് പിടിക്കുന്ന നിങ്ങളും കുറ്റക്കാരാണ്. അത് അക്യൂസ്ഡ് എങ്ങനെ ഉറപ്പിക്കുന്നു? ഇത് നല്ല ന്യായം. ഞാനത് ചോദിക്കരുതായിരുന്നു. എന്നാൽ ഈ കേസിലെ അതിജീവിതയെ കുറിച്ച് പറയൂ. ബാക്കി പറഞ്ഞ നേരാ. തനിക്ക് സുഖമില്ലെങ്കിൽ എന്താ ചെയ്യാ? ഈ കേസിലെ അതിജീവിത വല്ലാതങ്ങ് ചിരിക്കണ്ട, ഈ ചിരി ഞാൻ കറുപ്പിക്കുന്നുണ്ട്. ദീപകിനെ കൊലയ്ക്ക് കൊടുത്ത അതിജീവിത കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ നേരെ സെക്ഷൽ അസോൾട്ട് ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് അവർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ആൺകുട്ടികൾ നോക്കണേ, ഒരുത്തൻ മരിച്ചു കിടന്നാൽ പോലും മര്യാദ കാണിക്കുന്നില്ല. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവർ കൊടുത്തിട്ടില്ല, അത് കള്ളമാണ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന്. ഇതിപ്പോ ദീപകിന് സംഭവിച്ചത് ദീപകിന് നീതി കിട്ടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ തന്നെയാണ് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നത്. അതായത് മനസാക്ഷിയുള്ള ഒത്തിരി ലേഡീസ് ഇവിടെ ഉണ്ട്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടുന്നുണ്ട്. പക്ഷെ ആ സ്ത്രീകൾ തന്നെ അപ്പൊ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നീ എനിക്ക് കിട്ടുന്ന ആക്കിയതാണല്ലോ. ദീപകിന് അച്ഛനും അമ്മയ്ക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. നടക്കില്ല. അതിന്റെ പേരിൽ ചത്തൊടുങ്ങേണ്ടി വന്നാലും നടത്തിക്കില്ല സെൽവം.